Hello everyone, hope you all are doing good and great. Welcome back to our YouTube channel. ആളെ കടയെടുത്തതാണ്. ഓക്കെ, സോ ഇന്നത്തെ നമ്മളെ വീഡിയോ Q&A ആണ്. ബിക്കോസ് ലവ് സ്റ്റോറി ഇട്ടപ്പോൾ കുറേ പേര് പിന്നെ Q&A ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ മുമ്പിട്ട കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ എടുത്തിക്കണേ. അപ്പോൾ ആ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, ആൻസർ ചെയ്യാൻ പോണത്. സോ ക്വസ്റ്റ്യൻസ് ഞാൻ എൻ്റെ പുതിയ അപ്പിളിൻ്റെ ഫോണിൽ അയച്ചിക്കണം. കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളൂ. കുറേ ക്വസ്റ്റ്യൻസ് വാസ് ലൈക്ക് സെയിം ക്വസ്റ്റ്യൻസ്. സോ ഫസ്റ്റ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ലവ് സ്റ്റോറി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലവ് സ്റ്റോറി നമ്മൾ വിവരിക്കണ്ടല്ലോ. ഇയാളെ പേര് ഷൈൻ ഷാ, എൻ്റെ പേര് ഐഷ സന. കമ്മിങ് ഫ്രം ഞാൻ രണ്ടുപേരും മലപ്പുറം ബേസ്ഡ് തന്നെയാണ്. ഷൈൻ്റെ ജോബ് എന്താ ചോദിക്കുന്നുണ്ടായിരുന്നില്ലേ, അത് ആദ്യം പറയാം. ഹീസ് ആക്ച്വലി ഡൂയിങ് ബിസിനസ്, എറണാകുളത്താണ്. ഞാൻ ഇപ്പോൾ കറൻ്റ്ലി ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാൻ കോഴ്സോ അല്ലെങ്കിൽ PGക്കോ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം മെയിൻലി എൻ്റെ മെയിൻ ഇൻകം അതുപോലെ തന്നെ എൻ്റെ മെയിൻ വർക്കിംഗ് തിങ് എന്ന് പറഞ്ഞാൽ കോണ്ടന്റ് ക്രിയേഷൻ തന്നെയാണ്, അല്ലേ? ബിസിനസ്സാണ്. എനിക്ക് കോണ്ടന്റ് ക്രിയേഷനും കച്ചവടം. ഓക്കെ, സോ അഫ്രീൻ ബാനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയാണോ താത്ത എനിക്കറിയില്ല. ഓക്കെ, ഒരു കുറേ ക്വസ്റ്റ്യൻസ് കഷ്ടപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കുറേ പ്രാവശ്യം ലൈക്ക് ഭയങ്കര തിങ്ക് ചെയ്തിട്ട് ചോദിച്ചു കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അതിൽ തന്നെ ഒരു കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ എന്നാലും എടുത്തിട്ടില്ലെങ്കിൽ ഇത്രയും ഉണ്ട് എന്നാലും. ഓക്കെ, അപ്പോൾ ആ കുട്ടിയാണെങ്കിൽ കുറേ വീഡിയോസിൽ മാറി ഇട്ടിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റ് ആ ക്വസ്റ്റ്യൻ തന്നെ വായിക്കാം. അഫ്രീൻ ബാനു ആണ് ക്വസ്റ്റ്യൻ ഇട്ടത്. സോ ഫസ്റ്റ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിലേഷൻ കാരണം എൻ്റെ വീട്ടിൽ ഇതുവരെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ കുറേ ഒരാഴ്ച ആയി തോന്നുന്നു ഞാൻ അയച്ചു കൊടുത്തിട്ട്, പക്ഷെ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പം ഫസ്റ്റ് ചോദ്യം എന്താ വെച്ചാൽ, വീട്ടിലൊന്നും അറിയിക്കാണ്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ടാണല്ലോ വീട്ടിൽ പറഞ്ഞത്. അതിൻ്റെ റീസണ് എൻ്റെ വീട്ടുകാർ എനിക്ക് കല്യാണം നോക്കി തുടങ്ങിയതാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ. ആൻഡ് ഷൈൻ കാക്കാക്ക് സിസ്റ്ററും ഉണ്ട്. പിന്നെ എങ്ങനെയാണ് ഷൈൻ്റെ ഫസ്റ്റ് നടന്നതെന്നൊക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ഷൈൻ്റെ സിസ്റ്റർ ഷീസ് ജസ്റ്റ് 18 or 19 ആ ഒരു ഇതിലേ ഉള്ളൂ ഓള്. ഇപ്പം ഡിഗ്രി ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും കല്യാണത്തിനെ പറ്റി ആലോചിക്കാനേ ആയിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങളും കല്യാണത്തിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലല്ല ഞങ്ങൾ അത് പറഞ്ഞത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ റിലേഷന് ഞങ്ങളുടെ ഭയങ്കര ലോക്കി ആയിട്ടുള്ള റിലേഷൻ ആയിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് സീക്രട്ട് അങ്ങനെയല്ല, പക്ഷെ കുറച്ച് പ്രൈവറ്റ് ആയതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭയങ്കര എന്താ പറയുക ഫ്ലെക്സ് ചെയ്ത് കൊണ്ടുനടക്കുക അങ്ങനെയൊന്നും നമ്മൾ ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ വീട്ടിലൊരു ടൈം ആകുമ്പം സമാധാനത്തിൽ നമ്മൾ തന്നെ പറയാം, അത്ര തന്നെ ഉള്ളിയിരുന്നു. പിന്നെ വീട്ടുകാർക്ക് പിടിക്കാൻ മാത്രം ഒന്നും ഇല്ലേനു, അത് വേറെ കാര്യം. ലൈക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കോളിങ് വലിയ താല്പര്യമില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തീരെ കോളാക്കലില്ല. അതുകൊണ്ടാണ് എൻ്റെ വീട്ടുകാർക്ക് തീരെ സംശയം തോന്നാത്തത്. ഈ റിലേഷൻഷിപ്പ് ഒക്കെ ആകുമ്പോൾ കോളിങ് ഉണ്ടാവുമല്ലോ, നമുക്കതില്ല അല്ലേ, അതുകൊണ്ട് തീരെ സംശയമൊന്നുമില്ല. അപ്പം ഞാൻ നോർമലി ഫോൺ യൂസ് ചെയ്യുന്നത്, എൻ്റെ ഫോൺ ഹൈഡ് ചെയ്യൊന്നുമില്ല. എൻ്റെ വീട്ടിലെല്ലാവർക്കും സെയിം പാസ്വേഡാണ് വരുന്നത്. എൻ്റെ ഫോണിനും സെയിം പാസ്വേഡാണ്. എൻ്റെ വാട്സാപ്പിന് ലോക്കില്ല, ഇൻസ്റ്റഗ്രാമിന് ലോക്കില്ല. അതൊക്കെ ആ ഒരു ഇതിൽ തന്നെ നമ്മൾ കൊണ്ടുപോയിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് പിന്നെ എൻ്റെ വീട്ടുകാർ, ഇത് ഞാൻ പറഞ്ഞണോ അറിയില്ല എങ്ങനെ വീട്ടിൽ പറഞ്ഞേന്നില്ലേ. ഓക്കെ, ഷൈൻ ഫസ്റ്റ് തന്നെ ഷൈൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടില്ല തോന്നുന്നു. ഓക്കെ, എന്താണേലും ഷൈൻ ഫസ്റ്റ് തന്നെ ഷൈൻ്റെ വീട്ടിൽ അവർക്ക് കുറച്ച് എന്താ പറയുക ഹിൻസും സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഷൈന് പിന്നെ എന്തോ ഒരു കാര്യം വന്നപ്പോൾ ഷൈൻ അവൻ്റെ വീട്ടിൽ പറഞ്ഞു. എനിക്ക് പിന്നെ ഉണ്ടായിരുന്നു 2 വീട്ടിലും ഒരുമിച്ച് തന്നെ പറയണമെന്ന്. ഓക്കെ, അപ്പോൾ ഷൈന് പറ്റിയില്ല. ഷൈൻ എന്തോ ഒരു സിറ്റുവേഷൻ വന്നപ്പം പറഞ്ഞു. അപ്പോൾ ദേവൻ ലൈക്ക് ഓക്കെ ആ കുട്ടിയാണോ എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ ആക്റ്റീവ് ആയിരിക്കുന്നതുകൊണ്ട് അവർക്ക് ഭയങ്കര സുഖമാണല്ലോ കാണാനൊക്കെ. അങ്ങനെ ആ കുട്ടിയാണോ ചോദിച്ചു. അപ്പോഴൊന്നും ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞില്ല. പക്ഷെ അപ്പോഴും എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സാധനം ഉണ്ട്. പിന്നെ എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാല് അത്ര ലേറ്റ് ആയിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ പറയാൻ വിചാരിച്ചിട്ടില്ല, ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. ലൈക്ക് നമ്മളിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ പറയാം, ലൈക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെ ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഇപ്പം എൻ്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കമ്പനിയാണ്. പിന്നെ ഇപ്പം ചോദിക്കുമോ, ഇവനെ കണ്ടച്ചുണ്ടാവുമല്ലോ, എൻ്റെ പുതിയ കപ്പളയെ കളിയാക്കി പറയും കേട്ടോ. അപ്പോൾ ഞാൻ പറയും അതിനിപ്പോൾ എന്താ എന്നൊക്കെ പറയും. അപ്പോൾ ഇവരിങ്ങനെ കളിയാക്കുമ്പോഴും ഞാനൊരിക്കലും അങ്ങനൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അതിന് പകരം ഞാൻ അങ്ങനെ എന്താ പറയാ, ഉണ്ടെന്നും പറഞ്ഞില്ല. ഞാൻ അങ്ങനെ
ഞാൻ ഇങ്ങനെ ചിരിച്ചിങ്ങനെ നിൽക്കും. അപ്പോൾ ഇപ്പച്ചിക്ക് ഇങ്ങനെ ഡൗട്ട് വന്നിട്ട് ഇപ്പച്ചി ഇമ്മച്ചിൻ്റെ അടുത്ത് ചോദിച്ചു, ഓള് ഇല്ലാന്ന് പറയണില്ലല്ലോ, അതിപ്പോൾ എന്താ? അപ്പോൾ തന്നെ ഇപ്പച്ചി പറയുന്നുണ്ട്, എൻ്റെ ഹാദിക്ക് ഇതൊക്കെ അറിയാം കേട്ടോ, ഞാൻ ഹാദിനെ കൊണ്ടുപോയിട്ട് ഷൈനൊക്കെ കാണിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യം കാണിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ, 2 പ്രാവശ്യം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഹാദി ഷൈനൊക്കെ കമ്പനി ആയിട്ടുമുണ്ട്. അപ്പോഴേ ഇപ്പച്ചി പറയുന്നുണ്ട് ഹാദിനെ പിടിച്ചാൽ മതി, ഹാദിൻ്റെ കിട്ടുമെന്നൊക്കെ. ഇല്ല അപ്പൊ പിന്നെ ഓൻ പറയില്ല, എനിക്കറിയാം വേറെ കാര്യം. അപ്പോ ഓക്കെ, അപ്പോ അങ്ങനെ പിന്നെയാണ് എന്ത്, പിന്നെ ഉമ്മച്ചി ഇങ്ങനെ ചോദിച്ചു, അന്ന് ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഓ പിന്നെ പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പം അങ്ങോട്ട് കെട്ടിച്ചു തരും എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ കെട്ടിച്ചു തരും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഉമ്മച്ചി ഒറ്റടിക്ക് ലൈക്ക് ഓൺ ദ സ്പോട്ട് എടുത്ത വൈക്ക് ഉമ്മച്ചി പറഞ്ഞു, ആ കെട്ടിച്ചില്ല, ഒന്നും കെട്ടിച്ചില്ല. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ. ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല, ഓക്കെ ആണ്. കാരണം ബേസിക്കലി നമുക്ക് ടൈം ആയിട്ടില്ല, നമുക്ക് ഇനിയും ടൈം ഉണ്ട്, വരെ പറഞ്ഞ് കൺവിൻസ് ആക്കണമെങ്കിലോ ഒക്കെ ടൈം ഉണ്ട്. അപ്പൊ അന്ന് ഞാൻ ഷൈൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ചോദിച്ചു, ഞാൻ അപ്പൊ അങ്ങനെ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും അത് വിട്ടു. അങ്ങനെ പിന്നെ ഇമ്മച്ചി പോയിട്ട് ഇപ്പച്ചിനോട് ഇത് പറഞ്ഞു, ഇവളിങ്ങനെ പറഞ്ഞു. ഞാൻ അതപ്പോഴേ ഇമ്മച്ചി ഭയങ്കര പ്രൗഡായിട്ട് ഞാൻ അതപ്പോഴേ വേണ്ടെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അതിൽ ഇപ്പച്ചി പറഞ്ഞു, മോളെ ഇഷ്ടമല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത്. അങ്ങനെ പിന്നെ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ കാണ്. ഞാൻ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് ഞാൻ ഷൈനെ വിളിക്കുന്നത്, കോൾ എടുക്ക് വീട്ടിൽ പറഞ്ഞു നിങ്ങളെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഓൺ ടെൻഷനായി. കാരണം എനിക്കറിയാം ഇവിടെ സിറ്റുവേഷൻ ലൈക്ക് വെരി ഓക്കെ, വെരി പീസ്ഫുൾ ആണ്, ഒരു ഭയങ്കര ഹാപ്പി. പക്ഷെ ഇവനെ അറിയില്ലല്ലോ, അവിടെ നിൽക്കണം ഇവനെ അറിയില്ലല്ലോ. പെട്ടെന്ന് ഫോട്ടോ അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോ ഞാൻ ടെൻഷൻ ആവൂലേ, അങ്ങനെ ടെൻഷനായി. അപ്പൊ ഇതിങ്ങനെ ആ ഒരു രീതിയിൽ പറഞ്ഞു പോയി. അല്ലാണ്ട് എനിക്ക് കല്യാണം നോക്കണേ ഇല്ല. ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എന്റെ വീട്ടുകാർ ഇങ്ങനെ ഒരു കാര്യം ഇല്ലേ, പിന്നെ എന്റെ മമ്മാക്കും അറിയായിരുന്നു ഈ ഒരു കാര്യം. പിന്നെ മമ്മാക്കും നല്ല ഇഷ്ടമായിരുന്നു. മമ്മി ഇതെന്തായാലും നടക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ അതിന്റെ അടക്കാണ് മമ്മ മരിച്ചത്. പിന്നെ നമ്മൾ അത്ര ഡിലേ ആക്കിയില്ല, എന്നാ പിന്നെ അത് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. ഇനിയിപ്പോൾ നിക്കാഹ് കല്യാണം ഇൻഷാ അല്ലാഹ് എൻ്റെ ബ്രദറിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞത്. അതായത് എനിക്കൊരു കാക്കുണ്ട്, എൻ്റെ കാക്കാൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ കല്യാണത്തിന് റിസപ്ഷൻ ഫംഗ്ഷൻ ഉണ്ടാക്കാൻ പെണ്ണുകാണിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോഴും വിചാരിച്ച് ഞാൻ പറഞ്ഞു, ഓക്കെ ജസ്റ്റ് ഉറപ്പിച്ചിരുന്ന പോലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് എൻഗേജ്മെന്റ് ഉണ്ടാക്കാന്ന് പറഞ്ഞത്. അങ്ങനെ പിന്നെ എല്ലാവരും പറഞ്ഞു, എന്തിനാ വെറുതെ ഒരു എൻഗേജ്മെന്റ് ആക്കുന്നത്, ഒരു നിക്കാഹ് ആക്കിയാൽ പോരെന്ന് പറഞ്ഞിട്ടാണ് നിക്കാഹ് ആക്കിയത്. ഓക്കെ, ഇപ്പൊ നിക്കാഹ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടില്ല. എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളുടെ 6 years പ്രേമത്തിൽ ഫസ്റ്റ് എക്സ്ചേഞ്ച് ചെയ്തിട്ട ഗിഫ്റ്റ് എന്താണ്? ഓക്കെ, ഫസ്റ്റ് ഷാഹിനാണ് എനിക്ക് ഗിഫ്റ്റ് തന്നത്. അത് ആക്ച്വലി ഒരു സ്ക്രാപ്പ് ബുക്ക് ആയിരുന്നു. ഷാഹിൻ്റെ കസിൻസ് ഉണ്ട്, ഷിറിനും ബേബിയും പിന്നെ മിന്നു അല്ലേ, ഒരു ചെയ്യുന്ന ഷിറിനും. ഓക്കെ, അതിന് ഫസ്റ്റ് കൊടുത്ത ഗിഫ്റ്റ് ഒരു ഷർട്ട് ആയിരുന്നു തോന്നുന്നുണ്ട്, ആ ബ്ലൂ ഷർട്ട് അല്ലേ, ഒരു ബ്ലൂ ഷർട്ട് ആയിരുന്നു അവൻ്റെ ബർത്ത്ഡേക്ക് ഞാനും ഗിഫ്റ്റ് കൊടുത്തത്. അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ എങ്ങനെയാണ് പാരൻസിനെ കൺവിൻസ് ചെയ്തത്, ബിക്കോസ് ഞാൻ ഒറ്റ മോളാണ്, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഫാമിലിനെ കൺവിൻസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അവസാനം എൻ്റെ ഫാമിലിയൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറയും, മോളെ അതന്നെ നോക്കണേ, അതന്നെ കെട്ടണമെന്ന് എൻ്റെ അപ്പച്ചി പറഞ്ഞത്. മോളെ ഇനി ഇച്ച് മാറ്റാൻ നിൽക്കല്ലോ കേട്ടോ, ഇനി എൻ്റെ വാശിയൊന്നും കാണിക്കല്ലേ, അതന്നെ മതി കേട്ടോ, അതന്നെ മതി. നിന്നോട് ഇങ്ങോട്ടാണ് പറഞ്ഞത്. എൻ്റെ സ്വഭാവം ഒരു പേടിച്ചിട്ട്, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം, എനിക്ക് എന്തെങ്കിലും വിഷയം, എനിക്ക് അതിന് വേണ്ട, എനിക്ക് പോകണമെന്നൊക്കെ പറയാം. അപ്പം മോളെ അങ്ങോട്ടൊന്നും ചെയ്യില്ലട്ടോ, ഞാൻ തന്നെ മതി കേട്ടോ, അതന്നെ മതി എന്ന് പറഞ്ഞു ഒരു ഇന്നെയാണ് ബേസിക്കലി കൺവിൻസ് ചെയ്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇത്താക്ക് കുറേ ബോയ് ഫ്രണ്ട്സ് ഉണ്ടല്ലേ, അതായത് ബോയ്സ് ഫ്രണ്ട്സ് ആയിട്ട് കേട്ടോ, ഐ എം നോട്ട് ടെല്ലിങ് ഇൻ എ റോങ് മാനർ. ഓക്കെ, മനസ്സിലായി, ലൈക്ക് ഫോട്ടോഗ്രാഫർ ഫ്രണ്ട്സ്. അപ്പം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഉമ്മച്ചിക്കും ഉപ്പച്ചിക്കും ഒക്കെ അറിയുമല്ലോ. അതുപോലെ തന്നെ ഷാഹിനെയും ഞാൻ പരിചയപ്പെടുത്തി വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ പെണ്ണുകാണലാണോ നിങ്ങളെ പാരൻസിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ്? അതിന് ഉത്തരം ഷാഹിൻ പറയും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാത്രം പരിചയപ്പെടുത്തി കൊടുത്തില്ല, ബാക്കി എല്ലാ ഫ്രണ്ട്സിനെയും എല്ലാ ബോയ്സ് ഫ്രണ്ട്സിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, നമ്മൾ ചായ കുടിക്കാൻ വരേണ്ട പരിപാടിക്കൊക്കെ വരില്ല. പക്ഷെ അറിയില്ലെങ്കിലും ഉമ്മച്ചിക്ക് എന്തായാലും അറിയണ്ടാവും, പക്ഷെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ല. ഒരാളെ ഉണ്ട് മേ ബി എവിടെയെങ്കിലും ഫോളോയിങ്ങിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലാണ്ട് റിലേഷനെ പറ്റി തുറന്നത് പറഞ്ഞപ്പോഴായിരിക്കണം ഞെട്ടിട്ടുണ്ടാവും, കേൾക്കാത്ത ഒരാള് എന്നൊക്കെ. കാരണം അത്രയും ആർക്കും അറിയാത്ത ഒരാളായിരുന്നു, ലൈക്ക് ഫാമിലിയിൽ കേട്ടോ. ലൈക്ക് ബാക്കി എല്ലാവരും ആക്ച്വലി ഫസ്റ്റ് ഒരു പ്രാവശ്യം ഷാഹിനെ ഞാൻ മീറ്റ് ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്, വേറെ ഫ്രണ്ട്സ് ഉള്ള ടൈമിൽ. പക്ഷെ അന്ന് ഷാഹിൻ്റെ ഒരു മടി, ഞാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞു. അന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഷാഹിൻ എന്നുള്ള ഒരാൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിയായിരുന്നു.
പിന്നെ ഫസ്റ്റ് മീറ്റപ്പ് പെണ്ണ് കാണലല്ല, പെണ്ണ് കാണലിന്റെ മുന്നേ ആണ് കാണൽ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആയിരുന്നു പാരന്റ്സും രണ്ട് പാരന്റ്സ് തമ്മിൽ ശരിക്കും മീറ്റ് ചെയ്തതും സംസാരിച്ചൊക്കെ ആ ഒരു ദിവസങ്ങളിലായിരുന്നു. ആ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അതിന് മുന്നേ ജസ്റ്റ് ഉപ്പച്ച് പോയിട്ട് കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതും സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഉമ്മച്ചി മീറ്റ് ചെയ്തിട്ടുണ്ട്, ഉമ്മച്ചി ജസ്റ്റ് മീറ്റ് ചെയ്തിട്ടുണ്ട്. ഉമ്മച്ചി ജസ്റ്റ് ചെക്കനെ കാണണമല്ലോ, ഞാൻ അതിപ്പോ ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഒരു ജസ്റ്റ് പാരന്റ്സ് തമ്മിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്, പാരന്റ്സ് തമ്മിലും സംസാരിച്ചിട്ടുണ്ട് അതിന് മുന്നേ. പിന്നെ പെണ്ണുകാണലൊക്കെ പിന്നെ നമ്മൾ കുറച്ച് പരിചയപ്പെട്ട ശേഷമാണ്, ലൈക്ക് ഇവന്റെ അമ്മനെ ഞാനും എന്റെ അമ്മനും ഒക്കെ ഒന്ന് മിങ്കിളായതിനു ശേഷമാണ് അല്ലേ പെണ്ണുകാണലൊക്കെ. അതാണ് പെണ്ണുകാണലൊക്കെ ഭയങ്കര എല്ലാവരും നല്ല സംസാരിച്ച് ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടാവും, ബിക്കോസ് എല്ലാവർക്കും തമ്മിൽ അറിയാം ആ ഒരു ടൈം ആയപ്പോഴേക്കും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഹസ്ബൻഡിന് ഞാൻ നിക്കായിന് കൊടുത്തിട്ടുള്ള റിങ് എവിടുന്നാ, അതിന്റെ റേറ്റ് പറയുക ചോദിച്ചിട്ടുണ്ട്. ഇതാണ് ആ റിങ്, ലൈക്ക് ഒരു പ്ലാറ്റിനം റിങ് ആണ്. ഇവിടെ ഒരു കാണാത്തൊരു പൊട്ട് ഡയമണ്ട് ഉണ്ട്. ഓക്കെ ഓക്കെ, ഇതാണ് കേട്ടോ സാധനം. ഇത് ആക്ച്വലി എനിക്ക് പ്ലാറ്റിനം വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. കുറേ തപ്പി എൻ്റെ റിങ്ങൊക്കെ ഇത് പറഞ്ഞപ്പോൾ കിട്ടി. ശിവന് വേണ്ടി ഞാൻ റിങ് തപ്പി പോവാത്ത ജ്വല്ലറില്ല, ബിക്കോസ് പ്ലാറ്റിനം റിങ് സൈസിന് ഡയമണ്ട് വരുന്ന റിങ് വളരെ കുറവാണ്. പിന്നെന്താ വെച്ചാല് ഈ ഹിന്ദുസ് ആണ് അധികം റിങ് എക്സ്ചേഞ്ച് നടത്തി, ഹിന്ദുസും ക്രിസ്ത്യൻസും. അപ്പോൾ ഒരു യൂസ് ചെയ്യല് ഒന്നെങ്കിൽ വൈറ്റ് ഗോൾഡ് അല്ലെങ്കിൽ ഈ പ്ലാറ്റിനത്തിന് തന്നെ ഗോൾഡിന്റെ ലൈനൊക്കെ വരുന്ന ടൈപ്പാണ്. അപ്പം നമുക്കത് പറ്റൂലല്ലോ. അപ്പോൾ ഞാൻ കുറേ പ്ലാറ്റിനം തപ്പി, ഇനി ഉള്ളതാണെങ്കിൽ ഇവന്റെ സൈസ് അല്ല, അങ്ങനെ സൈസ് ഉണ്ടാക്കണമെങ്കിൽ 1 മന്തിലേറെ വേണം എന്നൊക്കെ പറഞ്ഞു. ഓൻ്റെ കയ്യിൻ്റെ കുഴപ്പമില്ല, ശരിക്കും ഓൻ്റെ എക്സാക്ട് സൈസ് നോക്കിയെടുത്തതാണ്. അങ്ങനെ തപ്പിയാണ് കെബാബ് ബോക്സിൽ എത്തിയത്. കെബാബ് ബോക്സ് നമ്മൾ കണ്ടുവെച്ച് പോയി, നമ്മൾ വേറെ ഷോപ്പിലും പോയി നോക്കി. പിന്നെ എനിക്ക് ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് കെബാബ് ബോക്സ് അവിടെ റെഡിമെയ്ഡ് ആയിട്ട് വേണ്ട സൈസ് ഉണ്ടായിരുന്നു, അപ്പോൾ സുഖമായിട്ട് എടുത്തു പോരാലോ. അങ്ങനെ കെബാബ് ബോക്സിൽ നിന്ന് പോയി എടുത്തു. ഒരു 50-55 ആ ഒരു റേഞ്ചാണ് വന്നത് തോന്നുന്നു അല്ലേ, 50-55 ആ ഒരു റേഞ്ചിലാണ് നമ്മൾ ഈ സാധനം വാങ്ങിയത്. ഇനിയുള്ള ക്വസ്റ്റ്യന് ഹിബ മൊയ്തീൻ്റെ ആണ്. ആയിഷൻ്റെ ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവം ഷാഹിൻ പറയണം, ഷാഹിൻ്റെ ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവം ആയിഷയും പറയണം. ഓക്കെ, നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവം അത് വേണ്ട പറഞ്ഞു സ്വഭാവം ഒന്നും ഇഷ്ടമല്ല. ഇഷ്ടപ്പെടാത്ത സ്വഭാവം പറ. സ്വഭാവമല്ല, ആ ക്വസ്റ്റ്യൻ തന്നെ വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്, അത് പറയാം. നിങ്ങൾ രണ്ടുപേരും ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്ത സില്ലി ടോപ്പിക് നിങ്ങൾ പറയാം. ഫൈറ്റ് ചെയ്യുന്ന സില്ലി ടോപ്പിക് ലൈക്ക് സില്ലി ആയിട്ടുള്ള ഒരു ടോപ്പിക്കിന് വേണ്ടി നമ്മൾ എപ്പോഴും ഫൈറ്റ് ചെയ്യും. പറഞ്ഞുതരാം. ഇപ്പൊ ഒരു കാര്യം എന്തേലൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ഞാനത് ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഞാൻ എന്തേലും പറഞ്ഞിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയൂല ആ കാര്യം എന്താന്നുള്ളത്. പറയുമ്പോ ശ്രദ്ധിക്കണം, ഞാൻ പറയുമ്പോ ഇല്ലേ അട്ടത്ത് നോക്കിക്കും, അങ്ങോട്ട് നോക്കിക്കും, ഒരു മില്ലി 1 സെക്കൻഡ് ഒക്കെ ആയിരിക്കും, അതിന് പിന്നെ പറയൂല, അത്രക്ക് ഈഗോടും അതിനൊക്കെ ആയിരിക്കും നമ്മൾ തർക്കിക്കുക. പിന്നെ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തേനും പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് എനിക്കൊന്നും കിട്ടണം. കൊറേ ഉണ്ട് എന്തായാലും. ഞാൻ ഏറ്റവും കൂടുതൽ ഫുൾ ടൈം ഫോണ് കയ്യിലുണ്ടാവും, പക്ഷെ റിപ്ലൈ ആക്കൂല. എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, ഫോൺ യൂസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ഓക്കെ, വോക്കല്ല, റീൽസ് നോട്ട് മേബി ഓൾവേസ് ഓൺ റീൽസ്. ഓക്കെ, വർക്കിലാണെങ്കിൽ പറഞ്ഞിട്ട് പോകും, വർക്കിലാണെങ്കിൽ ഞാൻ പോട്ടെ എനിക്ക് കുറച്ച് പണിയുണ്ട്, ലൈക്ക് ഓക്കെ ഫൈൻ. ഇതങ്ങനെയല്ലേ, നോട്ടിഫിക്കേഷൻസ് ഓഫ് ആക്കിയിടും, അപ്പൊ ഞാൻ മെസ്സേജ് കാണൂല, ഫുൾ ടൈം റീൽസ്. എന്നാലോ ഞാൻ അയക്കുന്ന റീൽസ് ഉണ്ടാവും, അത് നോക്കൂല. അതുമല്ല, ഞാനൊരു റീല് രാവിലെ അയച്ചിട്ടുണ്ടാവും, ആ സെയിം റീൽ ഒരു ഉളുപ്പില്ലാണ്ട് തിരിച്ചയച്ചേരുള്ളൂ. എനിക്ക് ഒരു മില്ലി ഉളുപ്പില്ലാണ്ട് ആ സെയിം റീൽ എനിക്ക് തന്നെ അയച്ചു. എന്നിട്ട് ഇച്ചുതയച്ചിനോന്ന് എനിക്കങ്ങട്ട് തലപ്രാന്ത് പിടിക്കൂലേ. നമ്മള് പിന്നെ ആർക്ക് കാണാനാ റീൽസ് അയച്ചിക്കണേ, കുറച്ചൊരു ഉളുപ്പ് വേണ്ട, എന്നാ പിന്നെ ഇന്നത് കണ്ടിട്ടെങ്കിലും എനിക്ക് അയക്കണ്ടേ, അതൊരു കാര്യം. പിന്നെ ഇത് അയക്കൂലേ, റിപ്ലൈ ആക്കൂല, റീൽസ് കണ്ടിങ്ങനെ പെറ്റിരിക്കും. ഈ ചിലപ്പോൾ ഞാൻ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടാവും, പക്ഷെ ഇൻസ്റ്റഗ്രാമിൽ ഷൈൻ സെൻഡ് യു എ റീൽ. ചില ആൾക്കാർ ഒന്നും പറയാണ്ട് പോയി കിടന്നുറങ്ങാണ്ട് അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് നമുക്ക് എണ്ണി പറയാന്. നമ്മള് എന്താ പറയാ, വർക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നാണ്ട് വാട്സപ്പ് എടുത്ത് നോക്കുമ്പോൾ പുള്ളിക്കാരി ഉണ്ടാവില്ല, പുള്ളിക്കാരി ഓൺലൈനിൽ നിന്നൊക്കെ പോയിട്ടുണ്ടാവും.
യാതൊരു എങ്ങടെ എവിടെ പോയെന്നൊന്നും നമ്മളറിയില്ല. നിങ്ങൾക്ക് അറിയാതെ ഉറങ്ങിയതാക്കാന്ന്. പിന്നെ 100% ഉറപ്പാണ് ഞാൻ ഉറങ്ങിയതാണ്. അങ്ങനെയുള്ള ചെറിയ കാര്യത്തിനൊക്കെ ഞാൻ അങ്ങനെ സില്ലി മാറ്റേഴ്സിനൊക്കെ അങ്ങനത്തേനൊക്കെ ഞങ്ങൾ അങ്ങനെ തട്ടി. പിന്നെ അല്ലാണ്ട് ഇതൊക്കെയാണ് സില്ലി മാറ്റേഴ്സ്. അല്ലെങ്കിൽ പിന്നെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറ്. ക്വസ്റ്റ്യൻസ് കുറച്ച് സീരിയസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ രണ്ടാളെ ഒപ്പീനിയൻ ആണ് കേട്ടോ പറയുന്നത്. യുവർ ഒപ്പീനിയൻ അബൌട്ട് ദ ഏർലി മാരേജ് ബിഫോർ ഗെറ്റിംഗ് എ ജോബ്. പിന്നെ ആൻഡ് ഓൾസോ വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്ലാൻ അബൌട്ട് എ ജോബ്? ആർ യു പ്ലാനിങ് ടു ടേക്ക് എ പോസ്റ്റ് ഗ്രാജുവേഷൻ? ഞാൻ എന്താണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നാണ്. സോ ബേസിക്കലി അല്ല നിങ്ങളൊരു ഒപ്പീനിയൻ പറയാം ഏർലി മാരേജിനെ പറ്റി. ഇന്റത് പറയുകയാണെങ്കിൽ ഇഫ് യു ആർ നോട്ട് സ്റ്റേബിൾ വിത്ത് ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലെങ്കിൽ കല്യാണം കഴിക്കണ്ടെന്ന് തന്നെ പറയുള്ളൂ. ലൈക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ മീൻസ് നിങ്ങളുടെ എല്ലാ ചെലവും നോക്കി അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. വീട് വേണം, അത് വേണം, ഇത് വേണം, കല്യാണം കഴിക്കൽ നടക്കില്ല. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് നിങ്ങളെ ബേസിക് ആയിട്ടുള്ള ലൈക്ക് വെരി 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 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് എപ്പം ചെയ്യാൻ പറ്റുന്നോ, ഒറ്റയ്ക്ക് എപ്പം ചെയ്യാൻ പറ്റുന്നോ, അപ്പോൾ ഓക്കെ യു ക്യാൻ ജസ്റ്റ് ഗോ. അതിന് എത്ര വയസ്സ്, 18-ാം വയസ്സിൽ നിങ്ങൾക്ക് തോന്നുകയാണോ ഒക്കെ കല്യാണം കഴിക്കാം. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളെ കാര്യങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേറൊരാളോട്, ഗേൾസിന്റെ കാര്യത്തിലാണ് പറയുന്നത്. ചെലവ് കൂടുതലാണ്. ഗേൾസിന്റെ കാര്യമാണ് പറയുന്നത്. ബോയ്സിന്റെ ഞാൻ എന്തായാലും പറഞ്ഞു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്ന വേണം. അത്യാവശ്യം സ്റ്റേബിൾ ആവണം. നിങ്ങൾക്ക് അത്രയും മെച്ചുവേർഡ് ആവണം, സ്റ്റേബിൾ ആവണം. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എപ്പോഴും, അതിനി ഫിനാൻഷ്യലിന്റെ കാര്യത്തിൽ മാത്രമല്ല, എവിടെയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എപ്പോൾ എടുക്കാൻ പറ്റുന്നുണ്ടോ അപ്പോഴേ പറ്റുള്ളൂ. ബിക്കോസ് ഒരാളും കൂടെ നിങ്ങളെ കൂടെ വരികയാണ്, നിങ്ങളെ കൂടെ നിൽക്കുന്ന ഒരാൾക്കും നിങ്ങളായിരിക്കും സ്റ്റാൻഡ് എടുക്കേണ്ടി വരിക പല സിറ്റുവേഷൻസിലും. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ കുറെ കാര്യങ്ങളില് അങ്ങനെ കുറെ ഉണ്ട്. എന്തായാലും ഫിനാൻഷ്യലി എന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമ്മൾ ഒറ്റക്കാവുമ്പോഴുള്ള ബേസിക് നമുക്ക് കുറെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല സാഹചര്യങ്ങൾ വരും കല്യാണം കഴിയുമ്പോൾ. അപ്പൊ എന്തായാലും അത്യാവശ്യം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് മാത്രം കല്യാണം കഴിക്കണതാണ് ബെറ്റർ. സോ ഞാൻ ഏർലി മാരേജ് ആണ് എനിക്ക് എന്റേത്. നമ്മള് വിചാരിച്ചൊരു കല്യാണം, നമ്മളത് മാരേജ് ഞാനും തന്നെ ഒന്നും പ്ലാൻഡ് അല്ലായിരുന്നു കല്യാണത്തിനെ പറ്റി. ഞാനൊരു 2 ഇയർ 3 ഇയർ കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ ഇപ്പോഴും അതേ കല്യാണം അങ്ങനെ തന്നെ ആണെങ്കിൽ പോലും നിക്കാഹാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് ഞാൻ ഫാമിലി ആയിട്ട് അങ്ങനെ പറഞ്ഞു. പിന്നെ ഓക്കെ ഫൈൻ, അത്രേ ഉള്ളൂ. നമ്മൾ ഏർലി മാരേജ് ആണ് അങ്ങനെ ഒരുപാട് ഇതൊന്നും പിന്നീട് വന്നിട്ടില്ല. ഇല്ല. പിന്നെ നമ്മൾ രണ്ടുപേരും ഓക്കെ ആയിരുന്നു. സോ വി തോട്ട് വിൽ ജസ്റ്റ് ഡു നിക്കാ. ഓക്കെ അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഏർലി മാരേജ് ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ കെട്ടണം പറഞ്ഞ അങ്ങനൊന്നുമല്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് തന്നെ മതി. ഞാൻ അൽഹംദുലില്ലാ ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളാണ്. എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ബുദ്ധിമുട്ടുകൾ ഇല്ല എന്നുള്ളത് സത്യം. അപ്പൊ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ഷെയർ ചെയ്തിട്ടാണ്. അതിന് ചെറിയ കാര്യമാണെങ്കിലോ വലിയ കാര്യമാണെങ്കിലോ ഫുഡ് കഴിക്കാൻ പോവാണെങ്കിൽ പോലും പെട്രോൾ ഒരാൾ ഫുഡ് കഴിക്കുന്ന ഫുഡ് പേ ചെയ്യുന്ന ഒരാൾ അങ്ങനെ തുടങ്ങി ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. അപ്പൊ രണ്ടുപേർക്കും ഒരു ഭാരം വരുന്നില്ല. അപ്പൊ രണ്ടുപേരും അത് എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ഫുൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ ചിലപ്പോ എന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ അല്ലേ എന്റെ കയ്യിൽ എപ്പോഴും എന്റെ ഫുൾ ബാങ്ക് ബാലൻസ്. പക്ഷെ എന്റെ ഉണ്ടാവുമ്പോൾ അഫ്കോഴ്സ് ഞാൻ എനിക്ക് എപ്പോഴും നമ്മൾ ഷെയർ ചെയ്തിട്ട് സ്പെൻഡ് ചെയ്യും. അപ്പൊ അതെനിക്ക് പറയാൻ പറ്റും ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്. ഈവൻ തോ ഞാൻ 21-ാമത്തെ വയസ്സിലാണ്. ഓക്കെ 21-ാമത്തെ വയസ്സിലാണ് ഞാൻ കല്യാണം കഴിച്ചതെങ്കിലും ഞാൻ സ്റ്റേബിൾ ആണ്. എൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് നോക്കാൻ പറ്റും. ആ ഒരു ഉറപ്പ് എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തിൽ ഓക്കെ ഫൈൻ എന്നുള്ള രീതിയിൽ അതിനോട് മുന്നോട്ട് പോയത്. അതിനു വേണ്ടിയിട്ട് ഞാൻ നല്ലോണം ഹാർഡ് വർക്കും ചെയ്യുന്നുണ്ട് കേട്ടോ. അത് വേറെ കാര്യം. ഞാൻ അത്യാവശ്യം നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്, വെറുതെ കിട്ടുന്നതല്ല. രണ്ടുപേരും കൂടെ പണിയെടുത്തിട്ടാണ്. ഇവനെ ഇപ്പൊ ഞാൻ പണിയെടുപ്പിക്കാറുണ്ട് എനിക്ക് വേണ്ടിയിട്ട്. ഓക്കെ സോ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു Q&A പറയാനുള്ളത് അല്ലേ. നമ്മൾ മെയിൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ലൈക്ക് വെരി മെയിൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതാക്കിയിട്ടുണ്ട്. പിന്നെ ഒരാൾ ചോദിച്ചിരുന്നു ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്താ വിളിക്കലെന്ന്. ഞാൻ ഷാഹിനയെ വിളിക്കും, അല്ലെങ്കിൽ ഷാഹിൻഷാ എന്ന് വിളിക്കും അല്ലേ. നമ്മളങ്ങനെ തന്നെ വിളിക്കില്ലേ, പണ്ട് മുതലേ അങ്ങനെയാണ്. പിന്നെ നമ്മൾ വല്ല ക്യൂട്ടായിട്ട് ഷുട്ടുമണി ആ സാധനമൊക്കെ ഇങ്ങനെ വെറുതെ സനബേ സനേ ഐഷ സനേ അതൊക്കെ തന്നെയുള്ളൂ നമ്മൾക്ക്. പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ കുഞ്ഞു കുഞ്ഞു നിക് നെയിംസ്, അല്ലാണ്ട് സ്ഥിരമായിട്ട് നമുക്ക് നിക് നെയിംസ് അങ്ങനൊന്നുമില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേര് തന്നെ വിളിക്കല്. സോ അതൊക്കെയാണ് നമ്മളെ പറ്റിയിട്ട് അതൊക്കെയാണ് ഞങ്ങളെ പറ്റിട്ട് പറയാനാണെങ്കിൽ. സോ ഇതൊക്കെ തന്നെ ഉള്ളൂ അല്ലേ ക്വസ്റ്റ്യൻസ് അല്ലേ. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്
ഒപ്പീനിയൻ പറഞ്ഞു. റിലേഷൻഷിപ്പ് ആവുമ്പോൾ എന്തായാലും പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തായാലും പ്രോബ്ലം ഉണ്ടായാലും ആരാണ് ആ പ്രോബ്ലം ഫസ്റ്റ് സോൾവ് ആക്കാൻ നോക്കാറ്? ഷൈൻഷ കണ്ണു പൊട്ടിപ്പോവും. പണ്ടൊക്കെ ഓക്കെ ഞാൻ സമ്മതിച്ചു തരും. ഷൈൻഷ കുറേ കാലമായിട്ട് ഞാൻ ഒരാള് മൂട്ട് തൂങ്ങണ ഷൈൻഷയാണ് അങ്ങനെ ആക്കിയത്. ഇപ്പോൾ ഒറ്റ ഒരാളാണ്. പണ്ട് ഞാൻ തന്നെ എല്ലാത്തും ഞാൻ തന്നെ മുന്നിൽ വന്നിട്ട് എല്ലാം ഞാൻ തന്നെ സോൾവ് ആക്കാൻ നോക്കി. പിന്നെ എനിക്ക് ഈഗോ കൊറേയൊക്കെ എനിക്ക് ഇവിടെ പകർന്ന് കിട്ടി. പിന്നെ അങ്ങനെയൊക്കെ ആയി, കുറച്ചൊക്കെ അധികം ഒന്നും ഇതാക്കേണ്ടി വരില്ല. നട്ടപ്രാന്ത് പൊടിച്ചിട്ടുണ്ട് പഠിച്ചോനെ. എന്നിട്ട് ഞാൻ മൂട്ട് തൂങ്ങി വേണോലും ഞാൻ എന്നൊക്കെ അല്ല ഒരു 85% ഞാനാണ്. ബാക്കി ഉണ്ടെങ്കിൽ അത് ഓനോട് പറഞ്ഞു ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഇത്ര തന്നെ ഉള്ളു. ബാക്കിയൊക്കെ എല്ലാരെ പോലെ നോർമൽ ആയിട്ടുള്ള കൊണ്ടുപോയത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഞങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഞങ്ങള് സ്റ്റാർട്ടിങ് മുതലേ ലോങ് ഡിസ്റ്റൻസ് ആണ്. പിന്നെ അത് മാത്രല്ല ഇപ്പോഴും ഞങ്ങൾ ഈ ഒരു മന്ത്ലി വൺസ് ഓർ ട്വൈസ് ഒക്കെ വീട്ടിലേക്ക് വരാ. അപ്പൊ അത് ഞാൻ വീഡിയോ ഇടുന്ന കണ്ടിട്ടല്ലേ. ഇപ്പൊ ഞങ്ങൾ 2-3 ദിവസം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 10-15 വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ടാവും. ആ വീഡിയോസ് ഒക്കെ പോയ ടൈമില് ഞാൻ ഇവിടെ തന്നെയാണ്. ഇവിടെ അല്ല കാശ്. ഞാൻ ബേസിക്കലി ഞാൻ എറണാകുളത്താണ്. കാരണം ഞാൻ ഇവിടെ മലപ്പുറത്ത് വീടിന്റെ പണി നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങോട്ട് തന്നെ ചിലപ്പോൾ സെറ്റിൽ ആവാനുള്ള പ്ലാൻ ഉണ്ട്. പക്ഷെ എന്റെ വർക്കും കാര്യങ്ങളെല്ലാം എറണാകുളത്താണ്. എറണാകുളം ബേസ്ഡ് ആണ്. ഞാൻ അവിടെ ഏകദേശം ഒരു 6 വർഷത്തോളമായി. 6 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് അവിടെയാണ് എന്റെ എല്ലാ ബിസിനസ്സും കാര്യങ്ങളെല്ലാം. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വരലും കാണലും വളരെ ചുരുക്കമാണ്. അപ്പൊ അതൊക്കെ ആ ഒരു ഫ്ലോയില് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാല് നമ്മള് പറയില്ലേ ഇതൊരു സാധനം ഇതെല്ലാം കൂടി ഒന്നിലാക്കരുത് പറയില്ല. അതുപോലെ തന്നെ ഞങ്ങൾ അക്കൗണ്ട് ഒക്കെ പബ്ലിക് ആണെങ്കിൽ പോലും ഞങ്ങൾ അങ്ങനെ പബ്ലിക് ആയിട്ട് എവിടെയും ഇതൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തിനും ബേസിക്കായിട്ട് ഞാൻ കമന്റ് പോലും വളരെ പോയാണ്ട് അങ്ങനെ ഇടേ കാര്യങ്ങളോ ഫോളോ അപ്പ് ചെയ്യുക അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആർക്കും അങ്ങനെ ഡൗട്ടൊന്നും തോന്നണ്ട എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ്. അതൊക്കെ അങ്ങനെയായിരുന്നു. അതിലൊന്നും പിന്നെ ഞങ്ങള് വലിയ കാര്യങ്ങൾ റിലേഷൻഷിപ്പ് ഞങ്ങൾ രണ്ടുപേരും ഉള്ളതാണ്. നമ്മളെ ഇഷ്ടത്തിന് നമ്മളെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് പോണുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പിന്നെ നമ്മളത് അങ്ങനെ നാലാൾക്കാരെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല. അതില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങക്കും ഒരു ക്ലൂ ഉണ്ടായിരുന്നില്ല, ഫാമിലിക്കും ഒരു ക്ലൂ ഉണ്ടായിരുന്നില്ല, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ അറിയണവർക്ക് അറിയാം. നമ്മൾ പേഴ്സണലി അത്രയും ക്ലോസ് ആയവർക്ക് നമ്മൾ പറ്റിച്ചറിയാം. ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കൊക്കെ അറിയാം. പക്ഷെ അത്രേ ഉള്ളൂ. അത് അത്ര വെച്ചിട്ടില്ല നമ്മള്. സോ യാ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ് നമ്മളെ ഈ സാധനം. അപ്പോൾ മേ ബി കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളൂ. പക്ഷെ നല്ലോണം ടൈം അയക്കണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. സോ ഗൈസ് ഈ വീഡിയോക്ക് 1K ലൈക്ക് ആയാൽ എൻ്റെ ഷൈനിഷ് എനിക്ക് പുതിയ ഐഫോൺ വാങ്ങി തരാൻ പറഞ്ഞിട്ടുണ്ട്. പുതിയ നമ്മളൊരു ഇത് വാങ്ങിക്കൊടും. എന്ത് മറ്റേ സാധനം സ്പേസ് ഉണ്ടാക്കാനുള്ള ആ ഒരു സംഭവം ഉണ്ട്. അതല്ലെങ്കിൽ എന്റെ ഫോണിക്ക് എല്ലാം അയച്ചോ. എന്റെ ഫോണിൽ ഇഷ്ടം പോലെ സ്പേസ് തേങ്ങണ്ട് ഇഷ്ടം പോലെ സ്പേസ് തുല്യയില്. ഓക്കെ അപ്പം ഇവക്കിന്റെ ഫോണ് ഭയങ്കര പുച്ഛമാണ്. സാംസങ് ഇത് കാണുകയാണെങ്കിൽ എനിക്ക് പുതിയ സാംസങ്ങിന്റെ ഫോൺ അതിനാണ് 3 ലൈൻ ഉണ്ടായി. അത് മാറ്റിപ്പിടെ ഒട്ട് വന്നതാ. വെറുതെ ആണോ ഞാൻ കളിയാക്കണേ? ഇവര് സാംസങ്കാർക്ക് എന്നിട്ട് ഐഫോണിന് ഭയങ്കര പുച്ഛാണ്. പുതിയ ഫോണൊന്നും വലിയ കാര്യമില്ല. രണ്ടൊക്കെ പുതിയ ഫോൺ വേണം. അതാണ് ഇപ്പൊ അടിയാവണത് ഇവിടെ. എനിക്ക് വാങ്ങിച്ചു തരില്ലേ? എനിക്ക് ഫോൺ വാങ്ങിച്ചു തരാണെങ്കിൽ കുറ്റിയിൽ പൈസ കൊടുക്കൂട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം താങ്ക് യു ഫോർ മതി സാംസങ് ഒന്നും ഞാൻ മേടിച്ചിട്ടില്ല. ഐഫോൺ മതി. ഐഫോൺ എനിക്ക് വാങ്ങണ്ട്. സോ അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ബൈ. കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താ സെക്കൻഡ് പാർട്ട് വേണോ? ഓക്കെ, സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ഇത് ഈ വീഡിയോയുടെ താഴെ ക്വസ്റ്റ്യൻസ് കമന്റ് ചെയ്യും. ഞങ്ങൾ ഇവിടെ കച്ചറാവണേ. എന്നാ ശരി.